ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് രുചിക്കൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് 1 കിലോ ഏത്തക്ക മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഏത്തക്ക റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടതായിട്ട് തന്നെ അവിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് അവിൽ അങ്ങോട്ട് ഇടാം. അവിൽ ഇത്ര അവിൽ മതി. 5 ഏത്തക്ക. ശർക്കര അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കും. ശർക്കര ഇട്ട് ഒരു തേങ്ങ, നമ്മൾ ഇതിനകത്ത് 1 സ്പൂണ് ചെറിയ ജീരകം അതൊന്ന് ഇട്ടോളൂ. ജീരകം ഇട്ടിട്ട് ഏലക്ക ഒരു 3 ഏലക്ക പൊടിച്ചു അതുകൂടെ അങ്ങോട്ട് ഇടും. ഇത് നന്നാക്കി കൈ കൊണ്ടൊന്ന് ഇളകി കൊടുക്കും. ശർക്കരയും അവിലും നമ്മളൊന്ന് ഇട്ടോട്ടെ. തേങ്ങായി കൈ കൊണ്ട് തന്നെ ഇത് ഞവിടാൻ പറ്റത്തുള്ളൂ. ഒന്ന് നല്ല ഞവിടി ഒതുക്കിയെടുക്കും. ശർക്കരയും തേങ്ങയും കൂടെ വെള്ളമയമുണ്ട്. വെള്ളമൊന്നും ഒഴിക്കില്ല. അങ്ങനൊന്ന് ഇളക്കി മിക്സാക്കി വെക്കുക. ഇപ്പം ഏകദേശം വരുവായി. ചട്ടി വെച്ച് ചട്ടി തീ അങ്ങോട്ട് ഇട്ട് അതിനകത്തോട്ട് എണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ പാം ഓയിൽ. കുറച്ച് ഏത്തക്കയുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറ്റും. ഇളക്കി അവിലും ഇതെല്ലാം കൂടെ പിള്ളേരിലോട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം 1/2 സ്പൂൺ, പാകത്തിന് വെള്ളം ഒഴിക്കും. ഇത് ലൂസാവരുത്, കുറച്ച് കട്ടി വേണം. നന്നായി ഒന്ന് അടിച്ച് ലൂസാക്കുക. വെള്ളം ഒത്തിരി ആവരുത്. ഏത്തക്ക റോസ്റ്റ്, ഏത്തക്ക അപ്പമല്ല, ഏത്തക്ക റോസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് വെള്ളം വയ്ക്കും. എല്ലാവർക്കും വൈകിട്ട് ചായയുടെ കൂടെ വീട്ടിലുണ്ടായി നല്ല ടേസ്റ്റാണ്. മീഡിയം പരുവത്തിനുള്ള ഇതായിരിക്കും. ഏത്തക്കയുടെ വള്ളവ നല്ല നിർത്തി തരണം, തൊലിയോടെ. നമ്മളൊന്ന് കുളത്തുക. കുളത്തിൽ നമ്മൾ ഈ ഇളക്കി വെച്ച സാധനം ഇതിനകത്ത് ഫില്ല് ചെയ്യുക. നന്നായി ഒന്ന് അമക്കി വെക്കണം. തൊലി ഒലിക്കില്ല. ഇടാൻ നേരത്തെ തൊലി ഒലിക്കും, ഇല്ലെങ്കിൽ അത് കായൽ മാവ് പിടിക്കത്തില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. നല്ല അവിലും ശർക്കരയും തേങ്ങ എല്ലാം കൂടെ വെച്ച് നമ്മൾ അങ്ങോട്ട് ഇല്ലേ. അടുത്ത് കയറണ്ട, കൈ കൊണ്ട് നകത്ത്
എങ്ങും അങ്ങനെ കിട്ടത്തില്ല, ചിലയിടത്തൊക്കെ കിട്ടും. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയുകൊണ്ട് ആരും ഇത് എടുക്കാൻ നിൽക്കുന്നില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇത് കഴിക്കാൻ തോന്നും. എത്ര വെക്കാൻ പറ്റും അത്രയും വെക്കും. ഈ റോസ്റ്റ് ഇടാനുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട്. നമ്മളന്നേരം ഈ ഏത്തക്ക ഇങ്ങനെ വേണം പൊളിച്ചെടുക്കണ്ടേ, മനസ്സിലായി? അത് കൈ വെച്ചിട്ട് നമുക്ക് മാവിലോട്ട് മാവ് കുറച്ചേ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് മുക്കിയെടുക്കുക. ഇതാ എണ്ണ കുറച്ചായതുകൊണ്ട് നമ്മൾ കുറച്ചിടാം. തിരിച്ചിടാം. ഏത്തക്ക റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഏത്തക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വൈകിട്ടത്തെ ചായയുടെ കൂടെ നമുക്കിത് അടിപൊളിയായിട്ട് കഴിക്കാം. എല്ലാവർക്കും ഉണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യും. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. ബൈ. Para, para, para.